കൊടകര പഞ്ചായത്തിനെ ജില്ലയിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായുള്ള പ്രഖ്യാപനവും വയോജന ദിനാചരണവും കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിനെ ജില്ലയിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പ്രഖ്യാപനം നടത്തി. കൊടകര പഞ്ചായത്ത് തല വയോജന ദിനാഘോഷവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ സിദ്ദിഖ് കൊടകരയെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി ചടങ്ങിൽ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, VK മുകുന്ദൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി ഫ്രാൻസിസ്, അംഗം VK മുകുന്ദൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിവ്യ ഷാജു, ജോയ് നെല്ലിശ്ശേരി, സ്വപ്ന സത്യൻ, തണൽ വയോജന ക്ലബ് പ്രസിഡന്റ് MO ഡേവിസ്, ICDS സൂപ്പർവൈസർ PM സൗമ്യ എന്നിവർ സംസാരിച്ചു. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തുകയും ചെയ്യുന്ന ഒരു ദിനമാണ് ഇന്നത്തെ വയോജന ദിനത്തിന്റെ. അത് 2024 വയോജന ദിനത്തിന്റെ തീം തന്നെ അന്തസ്സോടെയുള്ള വാർദ്ധക്യം, ലോകമെമ്പാടുമുള്ള പ്രായമായവർക്കുള്ള പരിചരണവും അവരുടെ പിന്തുണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യവുമാണ്. ഇതാണ് 2024 വയോജന ദിനത്തിന്റെ തീമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ തീമിലെല്ലാം ഉണ്ട്, നേരത്തെ പറഞ്ഞ രീതിയിലാണ് അന്തസ്സോടെയുള്ള ഒരു വാർദ്ധക്യം. അതാണ് വർത്തമാനകാല സമൂഹം നമുക്ക് മുൻപേ വെയിലുകൊണ്ട അവരുടെ തണൽ ഇപ്പോ അവർ കൊണ്ട വെയിൽ തണലായി അനുഭവപ്പെടുന്ന നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് അന്തസ്സോടെയുള്ള ഒരു വാർദ്ധക്യം സമ്മാനിക്കുന്നുണ്ട്. നമ്മുടെ 3 പരിപാടികളാണ് നേരത്തെ പറഞ്ഞതുപോലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തിന്റെ പ്രഖ്യാപനം കൂടി നടത്തുന്നുണ്ട്. ജില്ലയിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് ഇപ്പോൾ കൊടകര പഞ്ചായത്ത്. ചെറിയ വ്യത്യാസത്തിനാണ് 1ാം സ്ഥാനം 2ാം സ്ഥാനം എടുക്കുന്നതുള്ളൂ, കുറച്ച് ദിവസം. എന്നാലും വേറെ സന്തോഷകരമാണ്. അതിനും അപ്പുറത്തേക്ക് നമ്മുടെ DD മറ്റു പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. ഇന്ന് അതിദാരിദ്ര്യമില്ലാത്ത പഞ്ചായത്തായി